ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തൻ വന്നെന്ന്. മാത്രമല്ല എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കരവറാൻ എറിഞ്ഞെന്ന്. ഉള്ളതാണോടാ? വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച് ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും 3-4 ചാത്തന്മാർ ചരപറാന്ന് മത്സരിച്ചെറിഞ്ഞു. ആ ചത്തുപോയ ശാന്തപ്പെണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ ഏറി വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല, ഇക്കാലം അത്രയും ഈ പ്രദേശത്തൊക്കെ കാണാത്ത അലവലാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെന്നാ ആകാശത്ത് പൊട്ടി വീണതോ അതോ ഭൂമിന്ന് ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ, ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചേട്ടഞ്ഞു വന്നേ. നിങ്ങൾ ആദ്യം കേറിക്കും, ഞാൻ പിന്നാലെ മാഷാകത്തോണ്ട് പേടിക്കണ്ടല്ലോ. കഞ്ഞോട്ട് മാറിക്ക, എന്തോ നടത്തുന്നത് കാണാനുള്ളൂ. മാറിക്കട. എടാ, നിങ്ങൾ ആരും ഇതുവരെ ചാത്തനെ കണ്ടിട്ടില്ല? കണ്ടു. എന്താ ഉണ്ടായത്? ദാസേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയാണ്. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ജപിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ പഴയ ഒന്നും ഉണ്ടാതിരടെ. നിന്റെ മറ്റൊരുത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറുകൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലേലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നുകൊണ്ട് കിടന്നോന്ന് പറഞ്ഞതാ. ഈ ഞവണി ഒരുത്തരം അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീട് ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളേ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ? മാഷേ, അവര് കണ്ടമാനം ഉപദ്രവിച്ചോ മാഷേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ, തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെയാ വേദന ഞാൻ പരട്ടി തരാം. കൈപ്പുണ്യമുള്ള കൈയെന്ന് അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല. എനിക്ക് അവിടെ വേദനയില്ല. ആ, അത് കള്ളം. മാഷ കണ്ടാലറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്താണ് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറണ്ടായിട്ടല്ല. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാറ്റിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടർ നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലെന്താ? ഇടൂ, ആളുകൾ എന്നെ കുറ്റം പറയൂ. ഞാൻ ഒരു സ്കൂൾ മാഷാ. പള്ളിയിലെത്തിനൊന്നും അല്ലല്ലോ, മാഷല്ലേ. ഒരു പേടിത്തമ്മനായി മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ? ഒന്ന് പോയി തരാമോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും. പിന്നെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ, പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും. ആ, കേട്ടോ ബാബാ, എന്റെ വാദം 100% ശരിയാണെന്ന് എനിക്കിന്ന് ബോധ്യമായി. എന്ത് വാദം? യുക്തിവാദം. അതെന്താ? ഈ ലോകത്ത് ഭൂതപ്രേത പിശാചുക്കൾ ഇല്ലാന്ന്. ഓ, അത് ശരി. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു.
എന്ത് കാണാൻ? പ്രകാരങ്ങൾ എന്നെ പിടിച്ച് വീഴുങ്ങോ? എന്നാ ഞാൻ നാളെ നാട്ടിലേക്ക് വരാം. മോനെ ചതിക്കല്ലേ? ഇതിന്റെ രണ്ടിലൊന്നും അറിയുന്നവരെ നീ എന്നെ ഒറ്റക്കെട്ടച്ച് പോവല്ലേ? അങ്ങനെ വാ, വഴിക്ക് വാ, കൊച്ചു കള്ള. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം, അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തിനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമായിരുന്നു. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രയോ ഉള്ളൂ. ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് ഇനി മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ആ എന്റെ കൈകൊണ്ട് എനിക്ക് അവിടെ മരണം. ചുമ്മാ ഓർമ്മയാണല്ലേ. സൈലൻസ്. വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു പോയിക്കുന്നതിന്റെ ഉദ്ദേശം? സ്വപ്നം. ഏ ആ സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ? അത് പ്രശ്നം വെച്ച് എരപ്പാളയോട് ചോദിക്കണം. എന്താടോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നവർ ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോ സംസാരിച്ചാൽ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്ര മാത്രം അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. ഇറങ്ങി പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. ഉണ്ടാക്കി ആരും മിണ്ടരുത്. ആരും മിണ്ടരുതെന്ന്. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും ആയ സ്ഥിതിക്ക് രണ്ടിൽ നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണോ ഒഴുക്കുന്ന ആള്? കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതുക മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വേണം. അടിയടാ അവനെ. ആരെ? ആരെ വേണമെങ്കിൽ അടിക്കട്ടെ, നമുക്കെന്ത് പുല്ല്. ചന്തയാ? വെറുതെ രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്? തന്റെ അമ്മായിയമ്മയുടെ കല്യാണം. അയ്യോ ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില തന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ രവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ട, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ചും ഇങ്ങോട്ട് വാ. വാന്ന് ദാസൻ മാസ്റ്റർ വാ. താൻ പോ. വാ ദാസൻ മാസ്റ്റർ വാന്ന്. കൈയ്യെടു. പിടി. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറും. പറഞ്ഞോ? എന്ത്? ചായക്കടക്കാരൻ അയ്യപ്പനാഥന്റെ മോളെ ഗണിച്ചാടി. റാണി, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്നോട് ഈ ചതി വേണമായിരുന്നു.
ഒന്നേ ഉണ്ടായിരുന്നുള്ളേ. അറിയാതെ അയ്യപ്പൻ ചേട്ടാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്ത് സമാധാനമാണോ? എന്റെ മോളെ കൊന്ന കാലം വന്നേ. ഇനി എന്തിനാണാ വരുന്നത്? ദൈവം ചോദിച്ചോളുവേ. അയ്യോ, എനിക്ക് വയ്യ കേട്ടോ. എന്റെ അമ്മ ഇച്ചിരി വെള്ളം താ. എനിക്ക് വയ്യേ എന്റെ അമ്മ. പുല്ല് എന്റെ മോളെ. റാണി, എന്ത് വിവരക്കേടാ മോളെ നീ കാണിച്ചത്? മാഷ് പറഞ്ഞില്ലേ ഇനി കാണണ്ടെന്ന്? മാഷ് പറഞ്ഞില്ലേ ചത്തോളെ? ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞെന്ന് വെച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ആളുകൾ കണ്ടോണ്ട. ഇല്ല, ഞാനിപ്പോ ചത്തേനെ. അപ്പൊ തരില്ല മാഷിന്റെ വിഷമം. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ഞാനില്ലേ നിനക്ക് വണ്ടി? കളി ജയിച്ചു. നോക്കണോ, എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റു കൊടുത്താൽ 1000 തരാം, 10,000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10,000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ തെണ്ടിയുടെ മോൻ. ആ, അയാളെ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നില്ലേ നില്ലേ, നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധിവേടെ കഴിച്ചു ഓടുന്ന കാര്യം അപ്പൊ ഞാനോ? അവസാനം ഞാൻ ഗോപി വരയ്ക്കണം. അത് നീ വരച്ചോ? അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് നാട് വിടാം. ഇതൊക്കെ നടക്കുവോ? കാണിച്ചു തരാം. ഈശ്വര, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി. ഇങ്ങനെയാണോ വെള്ളം പറ്റിക്കുന്നേ? എന്റെ പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി എന്നാലേ കുളത്തിലെ വെള്ളം വച്ചു. എടോ കളിതമാശ കള. ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതൊന്ന് സഹായിക്കണോ? പ്രശ്നം വെക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരടോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശനിയുടെ ദൃഷ്ടിയുള്ളതാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ശനി കുഴക്കല്ലേ. തോമ, തോമ, മോനെ തോമ, തോമ. അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമ.
വെള്ളം കോരോ വെള്ളം കോരോ വെള്ളം കോരോ വെള്ളം കോരാ വെള്ളം വെള്ളം വെള്ളം